ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദശങ്കര ലോകശങ്കര. ഇവിടെ ഞാൻ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത്? വേദിയെയാണോ സദസ്സിനെയാണോ? രണ്ടിലും ഒരുപോലെ പ്രഗത്ഭരായ ആളുകൾ വളരെ അപൂർവമായി ഇങ്ങനെ സാധിക്കാറുള്ളൂ. പലപ്പോഴും വേദിയിൽ പ്രശസ്തന്മാരൊക്കെ ഉണ്ടാവും, പക്ഷെ സദസ്സിൽ അത്രയും പ്രശസ്തന്മാരുണ്ടാവുക എന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി വളരെ വളരെ ഹൃദ്യമാണ് എന്ന് ആദ്യമായി ആമുഖത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്ന് 3 വിശിഷ്ട വ്യക്തികളാണ് ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ളത്. ഒന്ന് ഗണേശൻ മാഷാണ്, പിന്നെ ഈ പുസ്തകം എഴുതിയ ഈ വലിയ സമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായ കാഞ്ചന ജി നായരാണ്, പിന്നെ നമ്മുടെ കൊച്ചനിയൻ ഗോഡ്വിനാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യമായൊരു പരിപാടിയായി അനുഭവപ്പെടുന്നു. ഒരു പകിട്ടും പത്രാസും കൃത്രിമതയൊന്നുമില്ല. വളരെ നിഷ്കളങ്കമായി ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ കൃഷ്ണകുമാറും, അതുപോലെ ഡോക്ടർ മുരളി പുറനാട്ടുകരയും, അതുപോലെ ഇതിന് ആമുഖമായിട്ട് ആദ്യം ഡോക്ടർ രാജീവൊക്കെ എന്നോട് പറഞ്ഞതുപോലെ ഒരു കുടുംബ സദസ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൃദ്യതയുള്ളൊരു പ്രോഗ്രാം. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഭാഗവതവും ആധാരമാക്കിയുള്ള പുസ്തകം, അതിലെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ശ്രദ്ധേയമായ പ്രോഗ്രാം എന്ന് പറയുന്നത് നടനും സംവിധായകനും ഒക്കെ പ്രശസ്തിയിലെ കൊടുമുടിയിലുള്ള ഗണേശൻ മാഷിക്ക് ഈ പുരസ്കാരം കൊടുക്കുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം എന്ന് പെട്ടെന്നൊന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഇതിനെ ബന്ധമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് നേരം എടുത്തു ആ ബന്ധം പിടികിട്ടാൻ. രണ്ടും രസമാലയമാണ്, രണ്ടും രസപൂർണമാണ്. സർവരസസംഗ്രഹമാണ് ഭാഗവതം എന്ന പുരാണം. അതുപോലെ തന്നെ സർവരസ സംഗ്രഹമാണ് നാട്യം. ഇത് ഈ രണ്ടിൻ്റെയും ജീവാത്മാവാണ്, അതിൻ്റെ പരമതത്വമാണ്. ഭാഗവതത്തിൻ്റെയും ഈ സർവരസ സംഗ്രഹത്വം, അതുപോലെ തന്നെ ഈ നാടകത്തിൻ്റെയും സർവരസ സംഗ്രഹത്വം. ആദ്യമായി മാഷെക്കുറിച്ച് 2 വാക്ക് പറയാതെ കണ്ട് എൻ്റെ ഈ പ്രസംഗത്തിലേക്ക് കിടക്കുന്ന അർത്ഥം, മാഷിൻ്റെ നാടകാവതരണം, ഗണേശൻ മാഷിൻ്റെ നാടകാവതരണം, അതിൻ്റെ സംവിധാനത്തിൻ്റെ മേന്മ, നടൻ എന്ന നിലയിൽ അഭിനയിക്കുമ്പോഴുള്ളതായിരിക്കുന്ന മനോധർമ്മത്തിൻ്റെ ഒരു വലിയ ഒരു പ്രഭാമണ്ഡലം, അതുപോലെ തന്നെ നാടക പ്രചരണ രംഗത്ത് ഒരു സാമൂഹ്യ ബോധത്തോടു കൂടി മാഷ് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ത്യാഗോജ്വലമായ സംഭാവനകൾ, ഇതെല്ലാം ഒരു 10-30 കൊല്ലമെങ്കിലുമായി ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാഷ് ഒരു 45 കൊല്ലമായിട്ടുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി 40 കൊല്ലങ്ങളായിട്ട് ഒരു 30 കൊല്ലത്തെ അനുഭവം എനിക്കുണ്ട്. കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയിൽ പുറനാട്ടുകരയിൽ മാഷ് കുട്ടികളെ നാടകം പഠിപ്പിക്കാനായിട്ട് വരുന്ന സമയത്താണ് ആദ്യം ഞാൻ കാണുന്നത്. ഒരു കേന്ദ്രീയ സർവകലാശാലയിൽ വലിയ നാട്യശാസ്ത്രവും അതൊക്കെ പഠിപ്പിക്കുന്ന വലിയ പ്രൊഫസർമാരൊക്കെ ഉള്ള ഒരു വേദിയിൽ, അന്ന് മാഷ്ക്ക് താരതമ്യം ഇത്രയും താടിയൊന്നും നരച്ചിട്ടില്ല, ചെറുപ്പമാണ്. മാഷ് വന്ന് നാടകം, അത് പലപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തുള്ളതായിരിക്കുന്ന നാടക മത്സരങ്ങളിലേക്ക് പോകാൻ, അവിടെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന, അതിനുള്ള ട്രെയിനിങ് ഏതാണ്ട് 1 മാസത്തോളം കാലം ഉണ്ടാവും.
അന്നാണ് മാഷിനെ ഞാൻ പരിചയപ്പെട്ടത്. മാഷിനെ നാടകത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ, ഈ സർവരസ സംഗ്രഹത്വം എന്ന് ഞാൻ സൂചിപ്പിച്ചില്ലേ, നാട്യശാസ്ത്രത്തിൻ്റെ പ്രമേയമാണ് ഈ സർവരസ സംഗ്രഹത്വം എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ സമൂഹാധിഷ്ഠിതമാണ്. രസം എന്നൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ കവിതയിലും കാവ്യങ്ങളിലും നാടകങ്ങളിലും നമ്മൾ രസിച്ചു, വിവിധ ഭാവങ്ങളും ചിത്തവൃത്തികളും ഞാൻ ആസ്വദിച്ചു എന്ന് രസം എന്ന് പറയുമ്പോൾ അത് വ്യക്തിനിഷ്ഠമല്ല, അത് സമൂഹനിഷ്ഠമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ നാടകത്തിൽ ഒരു നാടകശാലയിൽ പോയി നാടകം കാണുമ്പോൾ അവിടെ അവതരിപ്പിക്കുന്ന ചിത്തവൃത്തികളൊക്കെ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചിത്തവൃത്തികളാണ്. രതിയും കരുണവും ഒക്കെ നമ്മൾ ലോകത്തിൽ അനുഭവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആ ചിത്തവൃത്തികളൊന്നും മറ്റുള്ളവർക്ക് ആസ്വാദ്യമല്ല. ലോകത്തിൽ നമ്മൾ നമ്മുടെ പ്രിയതമയുമായോ നമ്മുടെ കാമുകിയുമായോ ഒക്കെ ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ശൃംഗാരരസം അത് നമുക്ക് മാത്രമേ ആസ്വാദ്യമായിട്ടുള്ളൂ, അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യമല്ല. പക്ഷെ എല്ലാവർക്കും ആസ്വാദ്യമായിട്ടുള്ളത് തിയേറ്ററിൽ മാത്രം. ഒരു സമൂഹാലംബനം എന്ന സമൂഹാധിഷ്ഠിതമായ ഒരു ബോധം ചിത്തവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പറയുന്നത് നാട്യശാസ്ത്രകാരനായ ഭരതനാണ്. അത് 100% തൻ്റെ നാടക സംവിധാന കലയിൽ അതിൻ്റെ പ്രവക്താവും പ്രയോക്താവുമായി ഗണേശ മാഷ് വർത്തിച്ചിട്ടുണ്ട് എന്ന് അന്നു മുതൽക്കേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായും മാഷ് വളരെയധികം നമ്മുടെ നാടക സംവിധായകന്മാരോ നാടക ഗവേഷകന്മാരോ നാടക വിമർശകന്മാരോ ഒക്കെ കാണാത്ത ഒരുപാട് മനുഷ്യൻ്റെ വളരെ വളരെ സങ്കീർണമായ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് മാഷ് അടുത്ത കാലത്ത് പ്രവേശിക്കുകയുണ്ടായി. അത് കൃഷ്ണനായർ മാഷ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. അമ്മയിലെ വലിയ നാടക സംവിധാനങ്ങൾ ഇപ്പോൾ മാഷ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പുതിയ നാടകം മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയിൽ. ഇതിന് മുമ്പുള്ള നാടകങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളെ മാഷിക്ക് വാസ്തവത്തിൽ ഈ പുരസ്കാരം കൊടുത്തപ്പോൾ മാഷാണോ കേമനായത്, പുരസ്കാരമാണോ കേമനായത്, ഏതിനെ കൂടുതൽ ബഹുമാന്യമായത്? പുരസ്കാരമാണ് ബഹുമാന്യമായത്. കാരണം അങ്ങനെയുള്ള ആൾക്ക് കൊടുക്കുമ്പോഴേ പുരസ്കാരത്തിന് വിലയുണ്ടാവും. പുരസ്കാരം പുരസ്കൃതമായി എന്നാണ് നാം പറയുന്നത്. അത്രമാത്രം ആമുഖമായി മാഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കാഞ്ചന ജി നായർ എഴുതിയ ഈ കൃതിയെക്കുറിച്ച് ചിലത് വളരെ ചുരുക്കിയേ ഞാൻ പറയുന്നത്, സമയപരിമിതി ഉള്ളത് കൊണ്ട്. ഈ കൃതി വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കാഞ്ചന ജി നായരെ കണ്ടു. അവരെൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് പുസ്തകം പിന്നീട് വായിച്ചത്. പുസ്തകം വായിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ഒരു കാര്യം പറയാതെ എന്ന് പോകുന്നത് ശരിയല്ല. ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ഈ തൃശ്ശൂരിൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു സിനിമാ നടനുണ്ടായിരുന്നു, പ്രേംജി. അദ്ദേഹത്തിൻ്റെ ഒരു കവിയുമായിരുന്നു. അദ്ദേഹം എഴുതിയൊരു ശ്ലോകത്തിൻ്റെ ഒരു ശകലമാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയിട്ട്. ക്രൂരമ്മയാകും കുഞ്ഞാത്തോൽ പാലുകാച്ചും കരികലശമതിനുള്ളിൽ തുള്ളിയോനെ എന്ന് കൃഷ്ണനെ കുറിച്ചുള്ള പ്രയോഗമാണ്. ക്രൂരമ്മയാകും കുഞ്ഞാത്തോൽ പാലുകാച്ചും കരികലശമതിനുള്ളിലും തുള്ളിയോനെ എന്ന് കൃഷ്ണനെ കുറിച്ച് പറയുന്നതാണ്. ക്രൂരമ്മയായും കൃഷ്ണനും തമ്മിലുള്ള ക്രൂരമ്മയും കൃഷ്ണനും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം, അത് ഒരുപക്ഷെ ഇപ്പൊ ഭാഗവതത്തിലും തന്നെ കാണില്ല. ഭാഗവതത്തിൽ ഇങ്ങനെ ക്രൂരമ്മ എന്നൊരു കഥാപാത്രമില്ല. പക്ഷെ കേരളീയർക്കറിയാം ഭാഗവതത്തിന്റെ മൂർത്തിയായിട്ടുള്ള ഒരു മുത്തശ്ശി, അത് ക്രൂരമ്മയാണ്. ആ കേരളീയ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രേംജി ഈ പ്രയോഗം ഈ കവിതയിൽ ചെയ്യുന്നത്. ഈ കൃതിയുടെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ ഈ ഒരു ക്രൂരമ്മയുടെ ഭാവം ഞാൻ കാഞ്ചന ജി നായരിൽ കാണുന്നു.
കൃഷ്ണൻ, നിങ്ങൾക്കൊക്കെ കഥകൾ അറിയുന്നവരായിരിക്കും. കഥകളിൽ സ്വാഭാവികമായും കൃഷ്ണനും ക്രൂരമ്മയും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലെ അത്ര അടുത്തൊരു വാത്സല്യാധിഷ്ഠിതമായൊരു ബന്ധം വേറെ ഒരു കഥാപാത്രമായിട്ട് കൃഷ്ണനില്ല. കൃഷ്ണൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് ക്രൂരമ്മയാണ്. ഇത് ഭാഗവതത്തിലേക്ക് വളരെ വിളക്കി സമന്വയിപ്പിച്ച് ചേർത്തിരിക്കുന്നു കാഞ്ചനജി നായർ എന്നുള്ളതാണ് ഇതിൻ്റെ വൈശിഷ്ട്യം, ഈ കൃതിയുടെ വൈശിഷ്ട്യം. ഇതിൽ കൃഷ്ണനെ പുരാണപുരുഷനായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുരുഷനായിട്ട് കാണുന്നുണ്ട്. ഒരു വൈദിക പുരുഷനായിട്ട് തന്നെ പലതിലും കാണുന്നുണ്ട്. ഇങ്ങനെ പലതുമുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ ഞാൻ രസമാലയം എന്ന ആദ്യൊരു പ്രയോഗം ചെയ്തു. രസമാലയം ഭാഗവതത്തിലെ പ്രയോഗമാണ്. അതാണ് ഞാൻ അങ്ങനെ നിഗമകൽപ്പതരോർ ഗളിതം ഫലം, വേദമാകുന്ന ഇതിൽ നിന്ന് ഉതിർന്നു വീണ പഴുത്ത പഴമാണ് ഭാഗവതം. സുഖമുഖാത് സുഖമുഖാത് അമൃതദ്രവസം. അങ്ങനെ നിഗമകൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം വിമത ഭാഗവതം രസമാലയം. ഈ രസമാലയം രസത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ നാടകവും അത് തന്നെയാണ്. രസത്തിൻ്റെ ഇരിപ്പിടം. എല്ലാ രസങ്ങളും വന്ന് ചേർന്ന് ഒന്നിച്ച് ചേർന്ന് നമ്മൾ പല സ്വാദുള്ള പലതരത്തിലുള്ള കറികൾ നമ്മൾ ഒന്നിച്ച് കൂട്ടി ഊണ് കഴിക്കുമ്പോൾ എല്ലാം കൂടി ചേരുമ്പോഴൊരു സ്വാദില്ലേ. ഇപ്പം പാനകമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ പാനകത്തിൽ മധുരമുണ്ട്, ചുക്കുണ്ട്, മറ്റേ എന്താണ് തേങ്ങാപ്പാലുണ്ട്. ഇങ്ങനെ പലതും ചേർത്താണ് ഈ പാനകം ഉണ്ടാക്കുക. പക്ഷെ പാനകം കഴിക്കുമ്പോൾ നമുക്ക് ഇളനീരിൻ്റെ സ്വാദ് തോന്നില്ല, തേങ്ങാപ്പാലിൻ്റെ സ്വാദ് വേറെ ആയിട്ട് തോന്നില്ല. എല്ലാം കൂടി ചേർന്നൊരു വിലക്ഷണ സ്വാദാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ വിലക്ഷണമായ ഒന്നാണ് ജീവിതം തന്നെ. ജീവിതത്തിൽ രതി, ശോകം, ക്രോധം മുതലായിട്ടുള്ളതായിരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങൾ, 41 ഭാവങ്ങൾ. ഗണേശൻ മാഷൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും അവളെ അഭിനയിപ്പിക്കുമ്പോഴൊക്കെ അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്ന സാധനമാണ്. 41 ചിത്തവൃത്തികളെ കുറിച്ച് ഭരതമുനി പറയുന്നത്. ഈ 41 ചിത്തവൃത്തികളും ഒരുമിച്ച് സമ്മേളിച്ച് അതിൻ്റെ ഏകത്തുകയായി സാന്ദ്രീകരിച്ച ഒന്നായിട്ടാണ് നാട്യത്തെ കാണുന്നത്. മാത്രമല്ല ഭരതൻ ആദ്യം പറയുന്നത് രസം എങ്ങനെ രസിക്കണേച്ചാൽ നമ്മൾ ഊണ് കഴിക്കുന്ന പോലെയാണ്. വളരെ ലൗകികമായിട്ടുള്ള ഉദാഹരണം, വളരെ ലൗകികമായിട്ടുള്ള ഉദാഹരണം, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം. എങ്ങനെയാണോ പല സ്വാദുള്ള കറികളൊക്കെ നമ്മൾ കൂട്ടി ഊണ് കഴിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വിലക്ഷണമായ ഒരു ആസ്വാദനം ഉണ്ടാവുന്നത്, അതുപോലെ തിയേറ്ററിൽ നമ്മൾ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രസങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഒരു വിലക്ഷണ രസം നമുക്കുണ്ടാവുന്നു. ആ വിലക്ഷണ രസത്തെയാണ് രസം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ രസത്തിൻ്റെ പര്യായങ്ങളായിട്ട് മാത്രമേ വർത്തിക്കുന്നുള്ളൂ. വിലക്ഷണമായ രസം എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നതാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അനുഭവം അത് നാടകത്തിലുമുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ വിവരിക്കുന്ന ഭാഗവതത്തെ ഈ ഭാഗവതാധിഷ്ഠിതമായിരിക്കുന്ന കൃതിക്കും വാസ്തവത്തിൽ എന്താണ് ഭാഗവതം വായിക്കുണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത്, എന്താണ് നാടകം കാണുമ്പോൾ ഉണ്ടാവുന്നത്? അനുഭവം ഒന്നാണ്. നാടകം ഈ മധുസൂദന സരസ്വതി എന്ന് പറഞ്ഞൊരു വലിയ ശങ്കരാചാര്യ പരമ്പരയിലുള്ള ഒരു വേദാന്തി ഉണ്ടായിരുന്നു, മഹാകവിയുമായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അദ്ദേഹം പറയുന്നത് ഈ ശൃംഗാരാദി രസങ്ങൾക്കൊക്കെ കേവലം മിന്നാമിനിങ്ങിനെ വിളിച്ചുള്ളൂ എന്നാണ്. സൂര്യനെ പോലെ നിത്യപ്രകാശമുള്ളത് ഭക്തിക്കാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു കൃതി തന്നെ എഴുതി, ഭക്തിരസായ. അതിവിശിഷ്ടമായൊരു കൃതിയാണ്. സയുക്തികം അദ്ദേഹം അത് സമർത്ഥിക്കുന്നുണ്ട്. അതിൽ മറ്റ് രസങ്ങളെല്ലാം, നമുക്ക് ലൗകികമായിട്ട് അനുഭവപ്പെടുന്ന രസങ്ങളെല്ലാം ഭക്തിയുടെ അംഗങ്ങളായിട്ട് വരുന്നു, അതിൻ്റെ പോഷകങ്ങളായിട്ട്. അപ്പോൾ ലോകത്തിൽ പലതരത്തിലുള്ള ചിത്തവൃത്തികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ചിത്തവൃത്തികളെല്ലാം ആത്യന്തികമായി ഈശ്വരരതി എന്ന് പറയുന്ന ആ രതിയുടെ പോഷകങ്ങളായിട്ടാണ് വർത്തിക്കുന്നത് എന്നാണ്.
അങ്ങനെയാണ് ഭക്തിയെക്കുറിച്ച് പറയുന്നത്. ഈ ഭക്തി എന്ന് പറയുന്ന രസമാണ് ഭാഗവതത്തിൻ്റെ പരമമായ തത്വം. അവിടെ ഈ ഭക്തി രസം അത് എല്ലാ രസങ്ങളുടെയും സമ്മേളനത്തിൽ ഭക്തി പ്രവൃദ്ധമായി ആ ഭക്തിയിൽ കേന്ദ്രീകൃതമായി നമുക്ക് ആ ഒരു വിലക്ഷണമായ ഒരു ചിത്തവൃത്തി, ഒരു ആസ്വാദനം നമുക്ക് ഉണ്ടാവുമ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ ആ അനുഭവമാണ് നാടകം. ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ വിഗളിത വേദ്യാന്തരത്വം എന്ന് പറയും. സംസ്കൃതമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വട്ടത്തിലാക്കിയല്ല, പക്ഷെ ഈ വാക്ക് പറയാൻ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. വിഗളിത വേദ്യാന്തരത്വം. വേദ്യാന്തരത്വം വെച്ചാൽ അറിയപ്പെടേണ്ട മറ്റൊന്നുണ്ട് എന്നുള്ള അവസ്ഥ, അറിയപ്പെടേണ്ട മറ്റൊന്നുണ്ട് എന്നുള്ള അവസ്ഥ. അത് വിഗളിതമാവും, നശിക്കുക. അറിയപ്പെടേണ്ട മറ്റൊരു വിഷയവും ഇല്ലാതെയായിട്ട് മാറുക. നമ്മൾ ഏതാണോ കേന്ദ്രീകരിക്കുന്നത് ആ വിഷയം മാത്രം. രസത്തിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ രസം മാത്രം, അപ്പൊ രസമയമാകും. ഇപ്പോൾ വളരെ ഉദാത്തമായിട്ടുള്ള നാടകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് ഭാഗവതം വായിക്കുമ്പോൾ എന്താണ് അനുഭവം? ഭാഗവതം അതിൻ്റെ ശ്രദ്ധയോടുകൂടി ഭാഗവത പുരാണം വായിക്കുമ്പോൾ നമുക്ക് മറ്റു പുരാണങ്ങളിൽ നിന്നൊക്കെ വിലക്ഷണമായിട്ട് അനുഭവപ്പെടുന്നത് ഈ ചിത്തദ്രവീകരണമാണ്. ചിത്തത്തിൻ്റെ ദ്രവീകരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചിത്തത്തിൽ രസാസ്വാദനത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ലൗകിക പല വ്യവഹാരങ്ങളുണ്ട്. ആ വ്യവഹാരങ്ങളൊക്കെ പോയിട്ട് മനസ്സ് ശുദ്ധമായി നിർമ്മലമായി സാത്വികമായിട്ട് ഏത് കള്ളനും തെമ്മാടിയും നാടകം കാണാൻ വന്നിരുന്നാൽ അവൻ അലൗകികമായ അനുഭവം ഉണ്ടാവും. സാധാരണ വളരെ സാത്വികനായിട്ടുള്ളൊരു ഋഷി, ഒരു സത്യമാക്കായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ഋഷി നാടകം കാണുന്നത് ഒരു കള്ളനും കൊലപാതകനും തെമ്മാടിയായിട്ടുള്ള ഒരാൾ നാടകം കാണുമ്പോഴും ഒരേ അവസ്ഥയുണ്ടാവും. യാതൊരു മാറ്റവും ഉണ്ടാവില്ല. മനസ്സിന് നന്മയോടുള്ള ആഭിമുഖ്യം, നന്മ മാത്രം, നന്മയെ മാത്രം അഭിമുഖ്യം, നന്മമയം. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത് പറയാൻ പോലെ രസമയമാണ്. അപ്പോൾ അവിടെ പറയും അറിയപ്പെടേണ്ട മറ്റൊന്നുണ്ട് എന്നുള്ള അവസ്ഥയില്ലാതെ ലോകത്തിലെ ഒരു നമ്മൾ തിയേറ്ററിൽ നോക്കും. തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നല്ല സിനിമകളാണെങ്കിൽ സിനിമ മോശമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. സിനിമ നന്നെങ്കിൽ, നാടകം നല്ലതാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലാവും. നമ്മൾ ബാക്കിയൊക്കെ പോവും. അവിടുത്തെ രസം മാത്രം നമ്മൾ ആസ്വദിക്കും. നമ്മൾ തന്നെ രസസ്വരൂപനാകും. ഈ നമ്മുടെ രസസ്വരൂപൻ നമ്മളാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭരതനൊക്കെ പറയുന്നത് നമ്മുടെ ആനന്ദസ്വരൂപമായുള്ള ആത്മാവുണ്ടല്ലോ, അത് ആനന്ദസ്വരൂപമാണ്. അതിന് കുറേ ആവരണങ്ങളുണ്ട്, ഈ ലൗകിക ആവരണങ്ങൾ. അത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകവ്യവഹാരങ്ങളുടെ കുറെ മായയുടെ, കുറെ അന്ധകാരത്തിൻ്റെ കുറെ ആവരണങ്ങളുണ്ട്. ആ ആവരണങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ നാടകം കാണുമ്പോൾ അതൊക്കെ മാറിപ്പോയി. അതിങ്ങനെ മാറിപ്പോയി അവസാനം ആത്മാവ് പ്രകാശിക്കും. ആവരണങ്ങൾ നീങ്ങുമ്പോൾ ആവരണത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പ്രകാശിക്കും. അത് പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിൽ നാം എല്ലാം അമൃതമയമായി ആനന്ദമയമായിട്ട് അനുഭവപ്പെടും. കാരണം ആത്മാവ് ആനന്ദമയമാണ്. ആത്മാവ് മാത്രമേ വിഷയമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ വികലിത വേദ്യാന്തരമാണ്, അറിയപ്പെടേണ്ട മറ്റു വസ്തുക്കളില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇത് ഞാൻ ഇതിൻ്റെ സാങ്കേതികതയൊക്കെ മാറ്റി നിർത്തി വളരെ ലളിതമായി ഭരതൻ നാട്യശാസ്ത്രത്തിൻ്റെ ഈ സംസ്കൃത കൃതിയിൽ പറഞ്ഞിട്ടുള്ള രസാസ്വാദനത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് നാടകത്തിൽ സംഭവിക്കുന്നത്, എന്താണ് നാടകത്തിൻ്റെ കെമിസ്ട്രി രസതന്ത്രമാണല്ലോ. രസത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. രസതന്ത്രത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ രസതന്ത്രം ചിത്തവൃത്തികളാണ്. ചിത്തവൃത്തികൾ അതിൻ്റെ പരാകാഷ്ഠയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് സഹായകമായിട്ടാണ് മറ്റേ വാചികവും ആംഗികവും സാത്വികമായിട്ടുള്ള എല്ലാ ആഹാരം പോലും അങ്ങനെയാണ്. അപ്പോൾ വിഗളിത വേദ്യാന്തരത്വം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഭാഗവതത്തിനുണ്ട്. പരമമായ ധർമ്മം, ഭാഗവതത്തിൻ്റെ ധർമ്മം വിഗളിത വേദ്യാന്തരത്വമാണ്. അത് തന്നെയാണ് നമുക്ക് നാടകം കാണുമ്പോഴുണ്ടാകുന്നത്. സർവരസങ്ങളും കൂടി ചേർന്ന് മധുസൂദന സരസ്വതി പറയും, മറ്റ് രസങ്ങളൊക്കെ ലൗകികമായിട്ട് നമ്മൾ വ്യവഹരിക്കുന്ന രസങ്ങളൊക്കെ, ചിത്രവൃത്തികളൊക്കെ, അതൊക്കെ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശമുള്ളൂ. ആദിത്യപ്രഭ ഭക്തിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഭാഗവത പുരാണം. ഭാഗവത പുരാണത്തിലെ കഥകളും അതിൻ്റെ അവതരണങ്ങളും അതിലെ ദർശനവും അതിലെ വിവരണ രീതിയും ഒക്കെ വളരെ ലളിതമായി പ്രസാദാത്മകമായിട്ടുള്ള ഒന്നാണ്. നമുക്ക്
കണ്ണാടി പോലെ ഇങ്ങനെ നോക്കിയാൽ കാണാം. അങ്ങനെ ഒരു കവിതയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മലതയാണ്, പ്രസാദാത്മകതയാണ്. പ്രസാദാത്മകത കേൾക്കുമ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ ധരിച്ചിട്ടുള്ള കവിത എന്ന് പറഞ്ഞാൽ കുറെ കടപ്പുറ ബഹളം ഉണ്ടാക്കി കുറേ സമസ്ത പദങ്ങളൊക്കെ ചേർത്ത് ആളുകൾക്കൊക്കെ മനസ്സിലാവാത്ത കുറേ പദങ്ങളൊക്കെ കുത്തിച്ചേർത്തി അങ്ങനെയാണ്. അതാണ് കവിത എന്നാണ്. കുറേ കാലമൊക്കെ അത് മാറിയിട്ടുണ്ട്. ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കവിത പ്രസാദാത്മകമാണ്. വാൽമീകി രാമായണം എഴുതുമ്പോൾ ഇത്രയും കാവ്യങ്ങളുടെയും നാടകങ്ങളുടെയും മൂലസ്രോതസ്സായ വാൽമീകി രാമായണവും മഹാഭാരതത്തിനാണ് നമ്മുടെ സാഹിത്യകൃതികളുടെ ശാഖകൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഇന്നും രണ്ടാം മൂഴം എഴുതുന്നു, മഹാഭാരതത്തിലെ കഥ വെച്ചുകൊണ്ട് നോവൽ എഴുതുന്നു. ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന ബാലകൃഷ്ണന്റെ നോവല്, ഇങ്ങനെ എത്രയോ നോവലുകളും സാഹിത്യങ്ങളും ചെറുകഥകളും ഇപ്പോഴും രാമായണത്തിനും മഹാഭാരതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വാൽമീകി പറയുന്നത് രമണീയം പ്രസന്നാംബു സന്മനുഷ്യരു എന്താണ് മനോയഥ എന്ന സജ്ജനങ്ങളുടെ മനസ്സുപോലെ നിർമ്മലമായ തമസാതീർത്ഥം ഇതിലിറങ്ങി മുങ്ങുക എന്ന് പറയാം. അത് വാസ്തവത്തിൽ രാമചരിത്രത്തിൽ മുങ്ങാത്ത കാര്യമാണ് പറയുന്നത്. രാമകഥയിൽ ഇറങ്ങി മുങ്ങാൻ പോവാണ്. ആ കവിത എഴുതുന്നതിന് തൊട്ട് മുമ്പ് ആ കാവ്യം ആദ്യത്തെ ശ്ലോകം മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ എന്നുള്ള പ്രസിദ്ധമായ രാമായണത്തിൻ്റെ ശ്ലോകം ഉണ്ടല്ലോ, ആദ്യത്തെ ശ്ലോകം. ആ ശ്ലോകം എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഈ തമസാംഗ തീരത്ത് സംഭവിക്കുന്ന കാര്യം പറഞ്ഞാൽ കവിതയെക്കുറിച്ചുള്ള തൻ്റെ കോൺസെപ്റ്റാണ്. തെളിമയായിരിക്കണം കവിത. കാരണം തെളിമയുണ്ടെങ്കിലേ കാവ്യമായാലും നാടകമായാലും, നാടകത്തിൽ ഒക്കെ ആന്തരികമായ അർത്ഥങ്ങളാണ് ധാരാളം ഒളിഞ്ഞുകിടക്കുന്നത്. പല ജീവിത ദർശനങ്ങളും അതിൽ ഒളിഞ്ഞുകിടക്കുന്നു, പല ജീവിത തത്വങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്നു, പല രസഭാവങ്ങളും അതിനെ വാച്യമാവാതെ വ്യംഗ്യമായിട്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് ആ തെളിമ കൊണ്ടാണ്, കവിതയുടെ തെളിമ കൊണ്ടാണ്. ഇപ്പൊ വെള്ളം തെളിഞ്ഞാലാണ് വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റും. അതുപോലെ ഈ ആശയത്തെ വാൽമീകി അവതരിപ്പിക്കും. ഇങ്ങനെ നാടകത്തിൻ്റെയും ഞാൻ വളരെ വിസ്തരിക്കുന്നില്ല. ഈ കൃതിയിലെ അനന്തമജ്ഞാനം പവർണ്ണനീയം ഇത്രയും കേമായിട്ടൊരു ടൈറ്റിൽ വരെ കൊടുക്കാനില്ല. ഒരു കൃതിയുടെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ എന്താ നമ്മൾ നിഷ്കർഷിക്കേണ്ടത്? അതിൻ്റെ കടഞ്ഞെടുത്ത തത്വം എന്താണോ ആ തത്വം എങ്ങനെ ടൈറ്റിൽ അല്ലേ? അതിൻ്റെ ആ കൃതിയുടെ കടഞ്ഞെടുത്ത ഒരു ദർശനം ഉണ്ടാകും. ആ ദർശനം റിഫ്ലക്റ്റ് ചെയ്യണം ആ ടൈറ്റിൽ. അത് വ്യക്തമായി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് വാസ്തവത്തിൽ ഇത് ഒരു ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ സാരമാണ്. ഛാന്തോക്യോപനിഷത്തിലെ ബ്രഹ്മതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ബ്രഹ്മം എന്ന്, ഈ പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നത്, ഈ പരമാത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന്. സത്യജ്ഞാനമനന്തം നിത്യം അനാകാശം പുനരാകാശം ഗോഷ്ഠപ്രാങ്കണ ലിംഗണലോലവനായാസം പുനരായാസം എന്നൊക്കെ ശങ്കരാചാര്യർ പിന്നീട് അതിനെക്കുറിച്ച് കവിത എഴുതി ആ ഉപനിഷത്ത് മന്ത്രത്തെ ആധാരമാക്കി. അവിടെ സത്യജ്ഞാനമനന്തം എന്നുള്ള ആ മന്ത്രത്തിൻ്റെ സാരമാണ് ഈ അനന്തമജ്ഞാനം അവർണ്ണനീയം എന്ന് പറയുന്ന ഈ ടൈറ്റിൽ. അങ്ങനെ ഈ കൃതി അതിൻ്റെ ടൈറ്റിൽ മുതൽ തുടങ്ങി വായിച്ച് അവസാനിപ്പിച്ച് ഞാൻ ഒരു ആവർത്തി വായിച്ച് അവസാനിപ്പിച്ചു. പക്ഷേ ഒരാവർത്തി മാത്രം വായിച്ചുകൊണ്ട് ഒരു കൃതി നമുക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇല്ല. അർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം നമ്മൾ വായിക്കുന്നോ അത്ര പ്രാവശ്യം നമുക്ക് അർത്ഥങ്ങൾ പുതിയതുണ്ടാവും. എന്താതെ പുതിയതുണ്ടാവുന്നത് നമ്മുടെ മിടുക്കൊണ്ടാണ്. എന്താ നമ്മുടെ മിടുക്ക്? നമ്മളുടെ അറിവും ജ്ഞാനവും വായിക്കുന്നതോറും കൂടുമ്പോൾ ഇന്ന് വായിച്ച അർത്ഥമല്ല നാളെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, വായനയിൽ കൂടെ ജീവിതത്തിലെ പല മണ്ഡലങ്ങളിലെ അനുഭവങ്ങളിലൂടെ, അനുഭൂതി തലങ്ങളിലൂടെയൊക്കെ നമുക്ക് പല ആശയങ്ങളും പുതുതായിട്ട് ഈ കൃതിയിൽ നിന്ന് രണ്ടാമത് വയ്ക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ വലിയ കൃതികളൊക്കെ എത്ര പ്രാവശ്യം വായിക്കാനൊന്നും ബോധ്യമില്ല. എത്ര പ്രാവശ്യം വായിക്കാം? ഒരു പ്രാവശ്യം വായിച്ച് താഴെ വെച്ച് രണ്ടാമത് ആ പുസ്തകം വീണ്ടും ഉടനെ തന്നെ എടുത്ത് വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നാത്ത പല അർത്ഥങ്ങളും അതിലുണ്ടാവും. ഇതാണ് നമ്മൾ കവികളെയും കലാകാരന്മാരെയും ഭ്രാന്തദർശികളാണ് എന്ന് പറയുന്നത്. കവികളെ ഭ്രാന്തദർശികൾ എന്ന് പറയാം. കവിയും കലാകാരനും ഒന്ന് തന്നെ, വ്യത്യാസമില്ല, പ്രതിഭയാണ്. കവിത്വം ച പ്രതിഭാത്വം എന്നാണ് ഭരതൻ പറയുന്നത്.
കവിത്വം എന്ന് പറഞ്ഞാൽ പ്രതിഭാത്വമാണ്, പ്രതിഭയുള്ളവനായി വർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രതിഭയായി വർത്തിക്കുന്ന അവസ്ഥയാണ്. അത് പ്രതിഭാവിശേഷമായി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അലൗകികമായ കാവ്യങ്ങളെയും നാടകങ്ങളെയും ഒക്കെ നമുക്ക് എഴുതാനും സംവിധാനം ചെയ്യാനും വലിയ അനുഭൂതി തലങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ അനുഭൂതി എന്ന് പറയുന്നതും പ്രതീതി എന്ന് പറയുന്നതും പലപ്പോഴും സമാനമായി പര്യായപദങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും അങ്ങനെയല്ല. പ്രതീതി ലോക വിഷയങ്ങളെ മാത്രമാണ്, അതിന് പരിമിതികളുണ്ട്. ഒരാളുടെ സുഖം മറ്റൊരാളുടെ സുഖമല്ല, ഒരാളുടെ ദുഃഖം മറ്റൊരാളുടെ ദുഃഖമല്ല. അതുകൊണ്ട് ലോകത്തിലെ പ്രതീതിക്ക് എല്ലാവരെയും ആശ്ലേഷിച്ചുകൊണ്ടൊരു അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാക്കാൻ കഴിയില്ല. നാടകങ്ങൾക്ക് കാവ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ, കലകൾക്ക് മാത്രമേ ഇത് കഴിയൂ. ഒരു നാടകത്ത് ഭരതനും പിൽക്കാലത്ത് ഭരതൻ്റെ, ഞാനൊരു നാടകം കൂടി വിഷയമാണല്ലോ എന്നുകൊണ്ട് പറയാണ്, ഭരതൻ്റെ നാട്യശാസ്ത്രത്തിൽ എത്ര സാധാരണക്കാരായ ആളുകളെ ഇവിടെ ഇപ്പോൾ ഗണേശൻ മാഷ് പ്രവർത്തിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. ഭരതൻ പറയുന്നത് രോഗാർത്താനാം ശോകാർത്താനാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് പറയുന്നു, ഏതെല്ലാം തരത്തിൽ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടോ അവരെയൊക്കെ നവീകരിക്കാനുള്ളതാണ് ഈ നാട്യം. നാടകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഒരു പക്ഷേ നമുക്കുള്ള പലതരത്തിലുള്ള ഉപാധികളിൽ നാടകം പോലെ ശക്തമായ, മാത്രമല്ല ഋഗ്വേദത്തിലും തുടർന്ന് മറ്റ് ആദ്യകാല ബ്രാഹ്മണ സാഹിത്യങ്ങളിലും ആരണ്യക സാഹിത്യങ്ങളിലും തുടർന്ന് ഉപനിഷത്തുകളിലും ഒക്കെ നാം കാണുന്നത് ഡയലോഗുകൾ വലിയ മൂർച്ചയുള്ള, നല്ല അയേണിൻ്റെ ഇരുമ്പിൻ്റെ മൂർച്ചയുള്ള എന്താണ് പ്രയോഗമായിരിക്കണം ഡയലോഗിന് നാടകത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് പറയും. തുളഞ്ഞങ്ങനെ കയറണം വലിയ രസം. നാടകകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ ഒരുപക്ഷെ നാടകത്തെ ആഗ്രഹിക്കുന്നതാവില്ല. നടൻ പറയുമ്പോൾ അതാണ് രംഗഭാഗവും എന്താണ് ഗ്രന്ഥഭാഗവും രംഗഭാഗവും എഴുതി എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം. ഈ രംഗപാഠവും ഗ്രന്ഥപാഠവും, ഗ്രന്ഥപാഠത്തിൽ ഗ്രന്ഥകാരൻ വിചാരിച്ചെന്ന് എത്രയോ അതിൻ്റെ വ്യാഖ്യാനം, ഓരോ നാടക അവതരണവും ആ നാടകത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ്. ആ ഡയലോഗ് വെറുതെ ഇങ്ങനെ വായിച്ച് പറയലല്ല, അഭിനയം കൊണ്ട് അതൊരു പുതിയ വ്യാഖ്യാനമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ നാടകത്തിലെ രസം അനുഭവിക്കുന്ന സമയത്തിനെ കുറിച്ച് പറയുന്നു. ഭരതൻ പറയുന്നത് നാടകം അങ്ങനെ തുടങ്ങി ഈ കഥാപാത്രങ്ങളൊക്കെ വേഷം കെട്ടി ഓരോരുത്തരായിട്ട്, നമ്മൾ സിനിമയായാലും നാടകമായാലും ഓരോ കഥാപാത്രത്തിനും യോജിക്കുന്ന വേഷവിധാനങ്ങളാണല്ലോ ഉണ്ടാവുക. ആ വേഷവിധാനങ്ങളൊക്കെ കൂടി രംഗത്ത് വന്ന് ക്രമത്തിൽ നമ്മൾ ആ ആഹാര്യത്തിൽ കൂടെ, ആ വേഷത്തിൽ കൂടെയാണ് നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. വേഷം മോശമായി പോയപ്പോൾ ഒരു കള്ളുകുടിയനെ അവതരിപ്പിക്കുന്ന ആള് നല്ല നീറ്റായിട്ട് പാരന്റ് ഷർട്ടും കോട്ടും ടൈയൊക്കെ കെട്ടി വന്നാൽ നമുക്ക് കള്ളുകുടിയാണെന്ന് തോന്നില്ല. കള്ളുകുടിയനാന്ന് പറഞ്ഞെങ്കിൽ ഒരു മുണ്ട് ഒരു ഭാഗം കഴിഞ്ഞു പോയിട്ടിരിക്കണം, മറ്റേ കയ്യിൽ ഒരു കയ്യിൽ ചെരുപ്പ് ഊരിയിട്ടുണ്ടായിരിക്കണം, മറ്റേ കയ്യിൽ കുപ്പി പിടിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു നാടക സംവിധായകനെ ഏതെല്ലാം തരത്തിൽ അതിനെ സങ്കല്പിക്കാമോ? എത്രയോ കുടിയന്മാരെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇന്ന തരത്തിലാണ് കുടിയനെ അവതരിപ്പിക്കേണ്ടത്, ഇന്ന തരത്തിലാണ് മഹർഷിയെ അവതരിപ്പിക്കേണ്ടത്, ഇന്ന തരത്തിലാണ് ഒരു അധ്യാപകനെ അവതരിപ്പിക്കേണ്ടത്, നമുക്കറിയാം. അപ്പോൾ ആഹാര്യത്തിൽ കൂടെയാണ് കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ് ക്രമത്തിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ചിത്തവൃത്തികളെ കൊണ്ട് ഇതിനൊക്കെ ചേറി പൊഴിച്ച് ആ പതിരൊക്കെ കളഞ്ഞ് അതിൽ സത്തായിട്ടുള്ള മണി നമ്മൾ ഈ ആസ്വാദനത്തിൻ്റെ പ്രക്രിയയുടെ ഭാഗമാണ്. അത് സത്തായിട്ടത് എടുക്കുക. അങ്ങനെ എടുത്തു വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആത്യന്തികമായി ആ കഥാപാത്രമായി മാറണം. ആ കഥാപാത്രമായിട്ട് വരുമ്പോൾ മറ്റ് ലോകത്തിലെ, അതാണ് ഞാൻ വികലിത വിദ്യാന്തരത്വം ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ദീർഘമായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വിഷയം വളരെ വലിയ വിഷയമാണ്, ഒരുപാട് സംസാരിക്കാനുള്ളതുമാണ്. പക്ഷേ അതിലേക്ക് തുനിയുന്നില്ല. വളരെ ചുരുക്കമായിട്ട് സൂത്രരൂപത്തിൽ ഈ കൃതിയുടെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ രണ്ട് പ്രധാനമായ കാര്യം, ഒന്ന് ഭാഗവതത്തിനെ ആധാരമാക്കിയിട്ടുള്ള അനന്തമജ്ഞാതം അജ്ഞാതം അവർണ്ണനീയം എന്ന ഈ കൃതിയുടെ പ്രകാശനവും, മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗണേശ മാഷ്ക്ക് കൊടുക്കുന്ന ഈ പുരസ്കാരവുമാണ്. ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഭാഗവതം പോലെ ഇങ്ങനെ സാർവത്രികമായി സർവ മനുഷ്യരെയും ആശ്ലേഷിച്ച മറ്റൊരു പുരാണമോ കൃതിയോ ഇല്ല.
മറ്റൊരു കൃതിയും ഇതുപോലെ ഇല്ല. ഇപ്പോൾ രാമായണത്തെക്കുറിച്ച് അതിൻ്റെ മാന്യമൊക്കെ പറയാറുണ്ട്. മഹാഭാരതത്തിൻ്റെ മേന്മ അതിൻ്റെ സങ്കീർണതയും അതിൻ്റെ സാഹിത്യം അതിൻ്റെ ദർശനപരമായിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഭഗവത്ഗീത, സരസ്വതീയം മുതലായിട്ടുള്ള കൃതികളൊക്കെ എന്നാണ് ഉണ്ടായത്, മഹാഭാരതത്തിൽ എടുത്തതാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇവയൊക്കെ ചില രസങ്ങളെ മാത്രം മുന്നോട്ട് വയ്ക്കുന്നവയാണ്. സർവരസ സമ്പന്നമായ, സർവശില്പ പ്രവർത്തകമായ, സർവ ചിത്ത മനോഹാരിയായ ഒരു രസത്തെ ഭക്തിയിൽ കൂടെ അവതരിപ്പിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം വളരെ വിശിഷ്ടമായ, അത് ശാസ്ത്രകൃതിയാണ്, അത് സാഹിത്യകൃതിയാണ്, അത് വേദാന്തകൃതിയാണ്. സാഹിത്യത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് സാഹിത്യത്തെ കണ്ടോളം ചെയ്യ സാഹിത്യകൃതിയാണ്. അതാണ് ഭക്തിയ യുക്തിയ വിഭക്തിയ ജ്ഞേയം ഭാഗവതം സ്മൃതം എന്നാണ്. ഭാഗവതം പഠിക്കേണ്ടത് ഭക്തി, യുക്തി, വിഭക്തി. ഭക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. യുക്തി ഉണ്ടെങ്കിൽ ശാസ്ത്രകൃതിയാണ്. അപ്പൊ ഇങ്ങനെ തത്വജ്ഞാനത്തിൻ്റെ പരാകാഷ്ഠയിലേക്ക് എത്തിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ പരമമായ സത്യം മനസ്സിലാക്കലല്ലേ ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ വേറെന്താ? വേറെ ലോകത്തിൽ പോയി ഒരു മോക്ഷം കിട്ടി വേറെ എന്തെങ്കിലും ചെന്നിരിക്കലൊന്നുമല്ല. തത്വജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥമായ നമ്മുടെ ജീവിതത്തിൻ്റെ തത്വം നമ്മുടെ മനസ്സിൽ തെളിയലാണ്. എങ്ങനെ ജീവിക്കണം, ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത്, അതാണ് പുരുഷാർത്ഥം എന്ന പദത്തിൻ്റെ അർത്ഥം. അതാണ്. പിന്നീട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മഹാപരിക്ക് വരുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ. കാരണം ഈ ചിന്തകളൊക്കെ പിന്നീട് പലതരത്തിലുള്ളതായിരിക്കുന്ന ഇസങ്ങൾ, ആശയഗതികൾ അതിൽ യോജിച്ച് അതിനൊക്കെ ഒരു അപകടമായ വ്യാഖ്യാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ താത്വികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക മനസ്സിലാക്കലാണ്. ഇതാണ് ഭാഗവതത്തിൽ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നാട്യത്തിലും നാടകത്തിലും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ രണ്ടും വ്യത്യസ്തമായ രണ്ടാണെന്ന് തോന്നുകയും എന്നാൽ അർത്ഥപര്യാലോചനയിൽ രണ്ടും ഒന്നാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന രണ്ട് വിഷയങ്ങളെ വളരെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചത് ഒരു പ്രാന്തദർശിത്വമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് അറിയാതെ ഒരു പുഴു ഇഴയുമ്പോൾ ഒരു അക്ഷരം ഉണ്ടാവുന്ന പോലെ, അങ്ങനെ ഒരു ഗുണാക്ഷരന്യായം എന്ന് പറയും. ഒരു പുഴു ഇഴയുമ്പോൾ ഒരു അക്ഷരം ഉണ്ടാവും. ആ അക്ഷരം പുഴു എഴുതുന്നു വെച്ചിരുന്നതല്ല, അങ്ങനെ ആയിരുന്നാണ്. അതുപോലെ അങ്ങനെ ആകസ്മികമായിട്ട് വന്നതാണോ, അതോ ഇത് വളരെ ബോധപൂർവം തന്നെയാണോ ഇത് ഇങ്ങനെ ഒരു പരിപാടി, ഇത് രണ്ടും സമ്മേളിച്ചുകൊണ്ട് ഒരു പരിപാടിയുടെ ആയോജനം ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ പരിപാടി വളരെ ഹൃദ്യമായി എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. കൃഷ്ണനായർ മാഷൻ്റെ നൈബറാണ്, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. പ്രകാശ് മാഷ് അതുപോലെ തന്നെ, ഗണേശൻ മാഷ് അതുപോലെ തന്നെ, ഉണ്ണിമാഷ് അതുപോലെ തന്നെ, എല്ലാവരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു കുടുംബത്തിൽ നമ്മളെല്ലാവരും കൂടി കുറേ കാലം കഴിഞ്ഞ് എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു ആനന്ദവും സുഖവും. നമ്മളൊക്കെ എത്രയൊക്കെ സഹോദരങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറേ കാലം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കുട്ടികളും ഒക്കെ കൂടി ഒന്നിച്ച് ചേരുമ്പോൾ എല്ലാം മറന്ന ഒരു ആനന്ദം നമുക്ക് ഉണ്ടാവും. ആ ആനന്ദം കുറച്ചൊക്കെ ഇവിടെ നാം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയതും ഈ വിലപ്പെട്ട ഈ പുസ്തകം മുദ്രണം ചെയ്യാൻ, അത് പ്രകാശനം ചെയ്യാൻ. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു മേന്മയുള്ളൊരു പുസ്തകം എന്ന് നാം പറയുന്നത്, ഒരു പുസ്തകം അത് കാലാധിപത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. ദേശകാലാവധിക്കാം നിർമ്മൂക്കണം എന്നൊക്കെ പട്ടികയിൽ എഴുതില്ലേ, അത് അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കവികൾ വ്യംഗ്യമായിട്ട് എത്ര തൻ്റെ പ്രശംസകൾ, തൻ്റെ കേമത്തങ്ങൾ കവികൾ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കും. നാരായണീയം തുടങ്ങുന്നത് തന്നെ ദേശകാലാവധിഭ്യാം നിർമുക്കണമെന്ന് ഭഗവാനെ പറയുന്നതാണ്. പക്ഷേ ദ്വേധാനാരായണീയം എന്ന് പിന്നീട് അവസാനം പറയേണ്ടി. അപ്പോൾ മേക്കത്തൂരിൻ്റെ ഒരു വിഷയമാണ്, മേക്കത്തൂർ നാരായണ ഭക്തത്തിൽ. അതുകൊണ്ട് നാരായണൻ എന്ന തൻ്റെ കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൃതിയും അതുപോലെ ദേശം, കാലം, വയസ്സ്, അവസ്ഥ ഇതിനൊക്കെ അതിക്രമിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണ് നാരായണീയം. അതുകൊണ്ടാണ് നാരായണീയം ഇവിടെ പരാമർശിച്ചത്. തീർച്ചയായും അങ്ങനെ ദേശകാലാവധികളില്ലാത്ത ഒന്ന് ആണ് മഹത്തായ കൃതി
ആ കൃതി കാവ്യം കൽപ്പാന്തരസ്ഥായി ജായേത സദലകൃതി എന്നൊക്കെ പഴയ ആചാര്യന്മാർ പറയും. കാവ്യം കൽപ്പാന്തരസ്ഥായിയാണ്. മറ്റ് കൽപ്പങ്ങളിലും യുഗങ്ങളിലല്ല, കുറേ യുഗങ്ങൾ ചേർന്നാണ് കൽപ്പം ഉണ്ടാവുന്നത്. ആ കൽപ്പങ്ങളിൽ പോലും അന്യകൽപ്പങ്ങളിലേക്ക് പോലും ആ കൃതികൾ നിലനിൽക്കും എന്നാണ് പറഞ്ഞതിൻ്റെ സ്ഥാനം. അങ്ങനെയുള്ള ഒരു കൃതി ആവട്ടെ. ഇനിയും വിലപ്പെട്ട ഭക്തി നിർഭരമായ നല്ല കൃതികൾ ക്രൂരമയായിട്ട് ഞാൻ കരുതുന്ന നമ്മുടെ കാഞ്ചന ജി നായരിൽ നിന്ന് ഉണ്ടാവാനുള്ള ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.